ഏവർക്കും യേശു പഴയ നിയമത്തിൽ എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഇസഹാക്ക് എങ്ങനെ യേശുവിനെ പഴയ നിയമവുമായി ബന്ധിപ്പിക്കുന്നു എന്നതാണ്. ഇസഹാക്ക് എങ്ങനെ പഴയ നിയമത്തിൽ യേശുവിൻ്റെ നിഴലായി പ്രവർത്തിച്ചു എന്ന് പഠിക്കുന്നതിന് മുമ്പ് ഇസഹാക്കിൻ്റെ പിതാവായ അബ്രഹാം ആരാണെന്ന് നാം മനസ്സിലാക്കണം. ആരായിരുന്നു അബ്രഹാം? വിശ്വാസികളുടെ പിതാവ് എന്ന വേദപുസ്തകം വിളിക്കുന്ന ഒരാൾ. സ്വന്തം ദേശവും കുടുംബവും വിട്ട് അറിയപ്പെടാത്ത ഒരു ദൈവത്തിൽ വിശ്വസിച്ച് ഒരിക്കലും കാണാത്ത ദേശത്തേക്ക് യാത്ര തിരിച്ച അവിശ്വാസി. ലോകത്തിലെ 3 വലിയ മതങ്ങളുടെയും പിതാവെന്ന് അറിയപ്പെടുന്നവൻ. ഇന്നത്തെ ഇറാഖും അന്ന് മെസപ്പൊട്ടോമിയ എന്ന് വിളിച്ചിരുന്ന സ്ഥലത്തിലെ കൽദായി പട്ടണത്തിലെ ഊർ എന്ന ദേശത്ത് തേരഹിന്റെ പുത്രനായി അബ്രഹാം ജനിക്കുന്നു. കൽദായ പട്ടണം വളരെ വികസിച്ച നഗരസംസ്കാരമുള്ള ദേശമായിരുന്നെങ്കിലും വിഗ്രഹങ്ങളും വിഗ്രഹാരാധനയാലും നിറഞ്ഞ പ്രദേശമായിരുന്നു. അബ്രഹാമിന്റെ പിതാവായ തേരഹും അബ്രഹാമും എന്ത് ജോലി ചെയ്തിരുന്നുവെന്ന് വേദപുസ്തകത്തിൽ നേരിട്ട് പ്രതിപാദിച്ചിട്ടില്ലെങ്കിലും ശക്തമായ ഒരു സൂചന ഈ വചനത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നു. യോശുവ 24-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കാം. നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. ഇതിനാലായിരിക്കണം വിഗ്രഹാരാധിയായ തേരഹും മവനും വിഗ്രഹ നിർമ്മാതാവോ വിഗ്രഹ വ്യാപാരിയോ ആയിരുന്നുവെന്ന് ചരിത്രകാരന്മാരും യഹൂദ പാരമ്പര്യ കഥകളും പറയുവാനുള്ള കാരണം എന്നു ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാം ദൈവവിശ്വാസമുള്ള കുടുംബത്തിൽ നിന്നും ജനിച്ചില്ലെങ്കിലും ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. ഉൽപ്പത്തി 12-ാം അധ്യായത്തിലെ 1 വായിക്കാം. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ദൈവം ലക്ഷ്യം പറഞ്ഞില്ല, പക്ഷേ അബ്രഹാം യാത്ര തുടങ്ങി. ദൈവം അബ്രഹാമിന് മഹത്തായ 3 വാഗ്ദാനങ്ങൾ നൽകുന്നു. നിന്നെ വലിയ ജാതിയാക്കും, നിന്റെ നാമം മഹത്വപ്പെടും, നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. വൃദ്ധാവസ്ഥയിലായിരുന്ന അബ്രഹാമിനും സാറയ്ക്കും മക്കളില്ലായിരുന്നു. എന്നാൽ 3 വാഗ്ദത്തങ്ങളും നിറവേറണമെങ്കിൽ തനിക്ക് മക്കളുണ്ടാകണം. അങ്ങനെ ഒരു ദിവസം ദൈവം അബ്രഹാമിനെ ദർശനത്തിൽ സന്ദർശിച്ച് തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ ഒരു അവകാശിയെ നൽകുമെന്ന് ഉറപ്പുകൊടുക്കുന്നു. ഉൽപ്പത്തി 15-5 വായിക്കാം. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്നും അവനോട് കൽപ്പിച്ചു. പക്ഷേ അബ്രഹാമും സാറായും ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തിക്കായി കാത്തിരിക്കുമ്പോൾ പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വൈകാം, പക്ഷേ അവ പരാജയപ്പെടില്ല എന്ന് അബ്രഹാമിനും സാറായ്ക്കും അറിയില്ലായിരുന്നു. ഭാര്യയായ സാറായുടെ ഇഷ്ടപ്രകാരം ഹാഗാർ എന്ന ദാസിയിൽ ഇസ്മായേൽ എന്ന മകൻ അബ്രഹാമിന് ജനിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് ബഹുജാതികളുടെ പിതാവെന്ന അർത്ഥത്തിൽ അബ്രഹാമിന്റെ പേര് അബ്രാം എന്നതിൽ നിന്നും അബ്രഹാം എന്നും സാറായി എന്ന നാമത്തിനു പകരം സാറ എന്നുമാക്കി. വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന്റെ 100-ാം വയസ്സിൽ 90 വയസ്സായ സാറായിൽ ഇസഹാക്ക് ജനിക്കുന്നു. മനുഷ്യന് അസാധ്യമാകുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. ഇസഹാക്ക് വളർന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുന്നു. താൻ അബ്രഹാമിന് നൽകിയ വാഗ്ദത്ത പുത്രനെ ദൈവം തിരികെ ചോദിക്കുന്നു. ഇസഹാക്കിനെ മോറിയാമലയിൽ തനിക്ക് യാഗമായി അർപ്പിക്കാൻ അബ്രഹാമിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അബ്രഹാമിന്റെ വിശ്വാസം ദൈവം പരീക്ഷിക്കുന്നു. അബ്രഹാം ദൈവത്തോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ പിറുപിറുക്കാതെ ദൈവം പറഞ്ഞത് അനുസരിച്ചു. പൗലോസ് എഴുതിയ പോലെ തനിക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. റോമർ 4:21. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. വേദപുസ്തകത്തിൽ ഒരേ പ്രവചനം 2 വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ 2 വ്യത്യസ്ത വ്യക്തികളിൽ നിവൃത്തിയാകുന്നത് കാണുവാൻ കഴിയും. ഒന്ന് ആ കാലത്ത് നടക്കുന്നതും മറ്റൊന്ന് മിശിഹായുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കും. ഇതിനെ ദൈവശാസ്ത്രപരമായി
ഇരട്ട പ്രവചനമെന്നും ഇരട്ട പൂർത്തീകരണമെന്നും കണക്കാക്കുന്നു. ക്രിസ്തുവും ഇസ്രായേലും എന്ന കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ യേശുവിൽ നിവൃത്തിയായ ചില ഇരട്ട പ്രവചനങ്ങളെക്കുറിച്ച് നാം സംസാരിക്കുകയുണ്ടായി. കാണാത്തവർ ആ എപ്പിസോഡ് കാണുവാൻ ശ്രമിക്കുക. നാം വേദപുസ്തകത്തിനെ 2 ഭാഗങ്ങളായി കാണുന്നു, പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. പക്ഷേ സത്യത്തിൽ വേദപുസ്തകം 2 ഭാഗങ്ങളല്ല, ഒരു കഥയാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. ഈ കഥയുടെ കേന്ദ്ര കഥാപാത്രം ക്രിസ്തുവും. പഴയ നിയമവും പുതിയ നിയമവും ക്രിസ്തുവിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇസഹാക്കിന്റെ കഥ പൂർണ്ണമായി നാം മനസ്സിലാക്കിയാൽ നമുക്ക് അത്ഭുതകരമായ ഒരു സത്യം മനസ്സിലാക്കുവാൻ കഴിയും. യേശുവിൻ്റെ ജനനത്തിനും ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പേ യേശുവിൻ്റെ ക്രൂശ് വേദപുസ്തകത്തിൽ വരച്ചു കഴിഞ്ഞിരുന്നു എന്നത്. അത് കാൽവരിയിലല്ല, മോറിയാമലയിൽ എന്ന് മാത്രം. ഈ സംഭവത്തിൽ കൂടിയാണ് നാം ഈ പോഡ്കാസ്റ്റിൽ സഞ്ചരിക്കാൻ പോകുന്നത്. യേശുവിനും ഇസഹാക്കിനും തമ്മിൽ അനേകം സമാനതകൾ കാണുവാൻ കഴിയും. അവയിൽ ചിലത് നമുക്ക് പരിശോധിക്കാം. ഇസഹാക്കും യേശുവും അത്ഭുതകരമായി ജനിച്ച വാഗ്ദത്ത സന്തതികളായിരുന്നു. യെശയ്യാ 7:14 വായിക്കാം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അബ്രഹാമിന് 100 വയസ്സും സാറായ്ക്ക് 90 വയസ്സും ആയിരുന്നപ്പോഴാണ് ഇസഹാക്ക് എന്ന വാഗ്ദത്ത സന്തതി ജനിക്കുന്നത്. ഉൽപ്പത്തി 17:17. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇസഹാക്കും യേശുവും അത്ഭുതകരമായി ജനിച്ചുവെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ വാഗ്ദത്തം ദീർഘകാലമായി കാത്തിരുന്നതിന്റെ പൂർത്തീകരണമായിരുന്നു അവർ. 2 ജനനങ്ങൾക്കും ദൈവീക ഇടപെടലുണ്ടായിരുന്നു. മനുഷ്യന്റെ പദ്ധതി ആയിരുന്നില്ല അവ രണ്ടും. അവനിലൂടെ ഭൂമിയിലെ സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് അബ്രഹാമിനോടുള്ള വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമായിരുന്നു യേശു. യേശുവും ഇസഹാക്കും ഏകജാതന്മാരായിരുന്നു. പിതാവാം ദൈവം തന്റെ ഏകജാതനായ ക്രിസ്തുവിനെ അർപ്പിച്ചതുപോലെ അബ്രഹാം തന്റെ ഏകജാതനായ ഇസഹാക്കിനെ യാഗത്തിനായി അർപ്പിക്കുന്നു. ഉൽപ്പത്തി 22:2. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. നമുക്കറിയാം, ഇസഹാക്ക് അബ്രഹാമിന്റെ ഏകജാതനല്ലായിരുന്നു. അബ്രഹാമിന് ഇസഹാക്കിനു മുമ്പേ ഇസ്മായേൽ എന്ന മകൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം ഇസഹാക്കിനെ അബ്രഹാമിന്റെ ഏകജാതൻ എന്ന് പരാമർശിച്ചത് എന്തുകൊണ്ട്? വേദപുസ്തകപ്രകാരം ഈ വാക്കിനർത്ഥം ഒരേയൊരു മകൻ എന്നല്ല, അതുല്യൻ, താരതമ്യപ്പെടുത്താൻ സാധിക്കാത്തവൻ എന്നാണ്. ഇവിടെ ഉടമ്പടിയുടെ അവകാശിയും വാഗ്ദത്തപുത്രനും ഇസഹാക്കായിരുന്നു. യോഹന്നാൻ യേശുവിനെ വെളിപ്പെടുത്തിയത് നോക്കാം. യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതിനർത്ഥം യേശു ദൈവം സൃഷ്ടിച്ച ഏകപുത്രൻ എന്നല്ല, യേശു ദൈവത്തോട് അതുല്യബന്ധമുള്ള പുത്രൻ എന്നാണ്. ഇതാണ് ഹെബ്രായ ലേഖനകർത്താവും വെളിപ്പെടുത്തിയത്. എബ്രായർ 1:3. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും. അതായത് യേശു ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രതിഫലനമാണ്. അങ്ങനെയാണെങ്കിൽ ഏകജാതൻ എന്നതിന് മറ്റൊരു മകൻ ഇല്ല എന്നല്ല, മറ്റൊരു മകനും അവനു സമാനമല്ല എന്നാണ്. ഇസഹാക്കിന്റെയും യേശുവിന്റെയും യാഗം ഒരേ സ്ഥലത്ത് വെച്ചായിരുന്നു. ഉൽപ്പത്തി 22:2 വായിക്കാം. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. പഴയ നിയമത്തിലെ ഏറ്റവും ശക്തമായ വചനങ്ങളിലൊന്നാണിത്. 100-ാം വയസ്സിൽ ലഭിച്ച പുത്രൻ, ദൈവത്തിന്റെ വാഗ്ദത്ത പുത്രൻ, ഒരു വംശത്തിന്റെ പ്രത്യാശ, എല്ലാം ഒരു വ്യക്തിയിൽ. അവനെ തന്നെയാണ് ദൈവം യാഗത്തിനായി ചോദിക്കുന്നതും. ഇസഹാക്കിന്റെ യാഗത്തിനായി ദൈവം യാദൃച്ഛികമായി മോരിയാദേശം തിരഞ്ഞെടുത്തതല്ല. ദൈവത്തിന് ഒരു പദ്ധതിയും ലക്ഷ്യവും ഉണ്ടായിരുന്നു. ഇതേ മോരിയ പ്രദേശത്താണ് വർഷങ്ങൾക്ക് ശേഷം യെരുശലേം പണിതതും
അതേ പ്രദേശത്ത് വച്ചു തന്നെയായിരുന്നു യേശുവിന്റെ ക്രൂശീകരണവും. ദൈവം തന്റെ ഏകജാതനായ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിനുള്ള വേദി പോലും യേശുവിന്റെ ജനനത്തിനു മുമ്പേ തിരഞ്ഞെടുത്തത് ഒരു അത്ഭുതം തന്നെയാണ്. യേശു തന്റെ രണ്ടാം വരവിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നതും ഇതേ പ്രദേശത്താണെന്ന് സഖരിയാവ് പ്രവാചകൻ വെളിപ്പെടുത്തുന്നു. സഖരിയാവ് 14:4 വായിക്കാം. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഇസഹാക്കും യേശുവും ബലിയർപ്പിക്കപ്പെടാൻ തിരഞ്ഞെടുത്ത ആടുകൾ. യാഗത്തിനായി ഇസഹാക്കും അബ്രഹാമും തങ്ങളുടെ മോരിയ മലയിലേക്കുള്ള യാത്രയിൽ ഇസഹാക്ക് അബ്രഹാമിനോട് ഒരു ചോദ്യം ചോദിക്കുന്നതായി കാണാം. ഉൽപ്പത്തി 22:7-8 വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടിയെവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. യാഗത്തിനായുള്ള യാഗമൃഗം എവിടെ എന്ന ഇസഹാക്കിന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് ദൈവം കരുതിക്കൊള്ളും എന്നായിരുന്നു അബ്രഹാമിന്റെ മറുപടി. ഇസഹാക്കിനോടുള്ള അബ്രഹാമിന്റെ ഈ പ്രതികരണം ഒരു മറുപടി മാത്രമായിരുന്നില്ല, ഇതൊരു പ്രവചനമായിരുന്നു. അതിനാലാണ് അബ്രഹാം ആ സ്ഥലത്തിന് ദൈവം കരുതും എന്നർത്ഥമുള്ള യഹോവ ഈരേ എന്ന പേരിട്ടത്. ഉൽപ്പത്തി 22:14 വായിക്കാം. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു. അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞ പോലെ ദൈവം ആട്ടിൻകുട്ടിയെയല്ല ആട്ടുകൊറ്റനെയാണ് ഇസഹാക്കിന് പകരം നൽകിയത്. ഉൽപ്പത്തി 22:13. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ആട്ടിൻകുട്ടിയും ആട്ടുകൊറ്റനും ഒന്നല്ല. 12 മാസത്തിൽ താഴെ പ്രായമുള്ള ആടുകളെ കുഞ്ഞാടെന്നും 12 മാസത്തിന് കൂടുതൽ പ്രായമുള്ളതിനെ ആട്ടുകൊറ്റൻ എന്നും വിളിക്കുന്നു. ഇസഹാക്ക് ചോദിച്ചു, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന്. അതിനുള്ള മറുപടി സ്നാപക യോഹന്നാൻ പറയുന്നത് നോക്കാം. യോഹന്നാൻ 1:29 വായിക്കാം. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുവും ഇസഹാക്കും സ്വന്തം യാഗത്തിനായി മരം ചുമക്കുന്നു. ഉൽപ്പത്തി 22:6. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താനെടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. ഇസഹാക്ക് സ്വന്തം ബലിയർപ്പണത്തിനുള്ള മരച്ചില്ലകൾ സ്വയം ചുമന്നുകൊണ്ട് മോറിയ മലയിലേക്ക് കയറിപ്പോയി. അതുപോലെ ക്രിസ്തു സ്വന്തം മരക്കുരിശ് ചുമന്നുകൊണ്ട് ഗോൽഗോത്തായിലേക്ക് കയറിപ്പോയി. യോഹന്നാൻ 19:17 വായിക്കാം. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോരിടം എന്ന സ്ഥലത്തേക്ക് പോയി. യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടെ യേശുവിന്റെ ക്രൂശ് വേദപുസ്തകത്തിൽ വരച്ചു കഴിഞ്ഞിരുന്നു. ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതി ഇവിടെ പണിയപ്പെടുന്നു. 3 ദിവസത്തെ അനുഭവം. ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചതു മുതൽ പകരം ആട്ടുകൊറ്റനെ നൽകിയ സമയം വരെ 3 ദിവസങ്ങൾ കടന്നുപോയി. 3-ാം ദിവസം ഇസഹാക്കിന് പകരക്കാരനെ നൽകി ഇസഹാക്കിന് പിതാവിന് തിരികെ നൽകപ്പെട്ടു. ഉൽപ്പത്തി 22:4 വായിക്കാം. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഏകജാതനെ ബലിയർപ്പിക്കാൻ ദൈവം കൽപ്പന നൽകിയ നിമിഷം തന്നെ ഇസഹാക്ക് അബ്രഹാമിന് മരിച്ചിരുന്നു. ദൈവം ഇസഹാക്കിന് പകരം ആട്ടുകൊറ്റനെ നൽകിയപ്പോൾ ആലങ്കാരികമായി പറഞ്ഞാൽ ഇസഹാക്കിനെ മരിച്ചവരിൽ നിന്നും തിരികെ ലഭിച്ചതുപോലെയായിരുന്നു. അതായത് ഇസഹാക്ക് 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റു. എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 19 വായിക്കാം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെപ്പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. മരിച്ചവരിൽ നിന്ന് പിതാവിന്റെ അടുക്കലേക്ക് വരുന്നതിന് മുമ്പ് യേശുവും 3 ദിവസം മരിച്ച അവസ്ഥയിലായിരുന്നു. 1 കൊരിന്ത്യർ 15:4. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റു.
കേഫാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി. ഇസഹാക്കിന്റെ 3 ദിവസത്തെ യാത്ര യേശുവിന്റെ മരണവും പുനരുത്ഥാനവും കാണിക്കുന്നു. ഇസഹാക്ക് ഈ കഥയിലുടനീളം ക്രിസ്തുവിന്റെ ഒരു ചിത്രമായിരുന്നാലും ദൈവം ഇസഹാക്കിന് പകരം ആട്ടുകൊറ്റനെ നൽകിയ നിമിഷം മുതൽ ഇസഹാക്ക് നമ്മൾ ഓരോരുത്തരുടെയും ചിത്രമായി മാറി. ദൈവം ഇസഹാക്കിന് പകരക്കാരനായി ആട്ടുകൊറ്റനെ നൽകിയതുപോലെ എനിക്കും നിങ്ങൾക്കും യേശുക്രിസ്തു എന്ന കുഞ്ഞാടിനെ നൽകി. മോറിയ മലയിൽ ദൈവം ആട്ടുകൊറ്റനെ നൽകി, എന്നാൽ കാൽവരിയിൽ ആട്ടുകൊറ്റനെ നൽകിയില്ല. അതിന് കാരണം അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞ കുഞ്ഞാട് യേശുക്രിസ്തു ആയതുകൊണ്ട് ആ കുഞ്ഞാടിനു തന്നെ യാഗമാകേണ്ടി വന്നു. ഇസഹാക്കിന്റെ ബലിചിത്രം ക്രൂശിന്റെ ആദ്യ ചിഹ്നമായി മാറി. ഇസഹാക്ക് ജീവിച്ചു, പകരം ആട്ടുകൊറ്റൻ മരിച്ചു. നമ്മൾ ജീവിക്കുന്നു, കാരണം മറ്റൊരാൾ നമുക്ക് പകരമായി മരിച്ചു. ഇതാണ് സുവിശേഷം, ഇസഹാക്കിൽ ആരംഭിച്ച സുവിശേഷം.